നെതന്യാഹുവിൻ്റെ ലക്ഷ്യമെന്താണ് ഈ മുസ്ലിം രാജ്യത്ത്? സ്വമിലാൻഡിൽ ഇസ്രായേലിൻ്റെ കൊടി പാറിയത് എന്തുകൊണ്ടാണ്? സൊമാലിലാൻഡ് എന്ന മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് ഇസ്രായേലിൻ്റെ കൊടി പാറുന്നത് എന്തുകൊണ്ട്? മുസ്ലിം ഭൂരിപക്ഷമെങ്കിലും ജനാധിപത്യമുള്ള രാജ്യമാണ് സൊമാലിയയിൽ നിന്ന് വേർപെട്ട സൊമാലിലാൻഡ് എന്നറിയപ്പെടുന്ന ഈ രാജ്യം. ഇപ്പോഴത്തെ സൊമാലിയയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തായിട്ട് അവരിൽ നിന്ന് വിഘടിച്ച് 1991 മുതൽ സ്വതന്ത്ര രാജ്യമായി, അതായത് റിപ്പബ്ലിക് ഓഫ് സൊമാലിലാൻഡ് എന്ന ഔദ്യോഗിക നാമകരണത്തിൽ സ്വയംഭരണം നടത്തി വരുന്ന രാജ്യമാണ് സ്വമിലാൻഡ്. ഹാർഗേസ് ആണ് ഈ രാജ്യത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. UN, ആഫ്രിക്കൻ യൂണിയൻ എന്നിവരൊന്നും ഇവരെ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവരെല്ലാം സൊമാലിയയുടെ ഭാഗമായാണ് ഈ രാജ്യത്തെ ഇപ്പോഴും പരിഗണിക്കുന്നത് എന്നതാണ്. ബ്രിട്ടൻ, UAE, ഇത്യോപ്യ, തായ്വാൻ എന്നിവരായിട്ട് ഈ സൊമാലി ഇന്ത്യന് ബന്ധമുള്ളൂ. കുറച്ചെങ്കിലും ഒരു നയതന്ത്ര ബന്ധങ്ങൾ അല്ലെങ്കിൽ നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഈ സൊമാലിലാൻഡിന് ഇവരുമായിട്ട് മാത്രമേ ഉള്ളൂ. ബ്രിട്ടനുമായിട്ടും UAE-മായിട്ടും ഇത്യോപ്യയുമായിട്ടും തായ്വാനുമായിട്ടും മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 62 ലക്ഷം ജനങ്ങളുള്ള ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള ഒരു രാജ്യമാണ് ഇത്. നമുക്കറിയാം, സൊമാലിയ തന്നെ ഒരു ദരിദ്ര രാജ്യമാണ്. ആ സൊമാലിയയുടെ വടക്ക് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യപ്പെടുന്ന, അവരിൽ നിന്ന് വിഘടിച്ചു നിൽക്കുന്ന, അപ്പോൾ സൊമാലിലാൻഡിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഒരു രാജ്യം തന്നെയാണ് അത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇസ്രായേൽ ഇവരെ അംഗീകരിക്കാൻ കാരണം ഈ രാജ്യത്തിന്റെ ചരിത്രപരമായ നിലനിൽപ്പോ മാനുഷിക പരിഗണനകളോ അല്ല, മറിച്ച് സൊമാലിലാൻഡിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമാണ്. അതെന്താണ്? സോയിസ് കനാൽ അത് കടന്ന് ചെങ്കടലിലൂടെയാണ് ഇസ്രായേലിന്റെ 90% ചരക്ക് നീക്കം നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ചരക്ക് നീക്ക യാത്രയിൽ യമനും ജിബൂട്ടിക്കും ഇടയിലൂടെ കപ്പലുകൾക്ക് ഇന്ത്യൻ ഓഷനിലേക്ക് പ്രവേശിക്കുവാൻ വെറും 32 കിലോമീറ്റർ മാത്രം വീതി വരുന്ന ബാബൽ മാൻഡപ്പ് എന്നൊരു ചെറിയ ഭാഗമുണ്ട്. അപ്പോൾ ഈ പ്രദേശം ഇസ്രായേലിന് ഒരു തലവേദനയാണ്. യമൻ പോലുള്ള ശത്രു രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഈ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഏതു സമയവും ആക്രമണം ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രദേശത്തിന് തൊട്ടടുത്താണ് സൊമാലിലാൻഡ് എന്ന രാജ്യത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അവരുടെ തുറമുഖമായിട്ടുള്ള ബർബറയും അതിന് ചേർന്ന് തന്നെയാണുള്ളത്. അപ്പോൾ ഈ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യമാണ് സൊമാലിലാൻഡിനെ ഇസ്രായേലിന്റെ പ്രിയങ്കരനാക്കി മാറ്റിയത് എന്ന് പറയാം. മാത്രമല്ല, മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് എങ്കിലും ജനാധിപത്യ രീതിയാണ് അവർ പിന്തുടർന്നു വരുന്നത് എന്നുള്ളതാണ്. ഇറാൻ, ഹമാസ്, ഹൂതി ഇങ്ങനെയുള്ളവരുമായി ഇവർക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അതിനാൽ തന്നെ തീവ്രവാദ ബന്ധം ഭയക്കേണ്ടതില്ല ഈ രാജ്യത്ത് എന്നുള്ളതാണ്. കാലക്രമേണ ഇവരുമായിട്ട് നയതന്ത്ര ബന്ധവും വ്യാപാര ബന്ധവും ആരംഭിക്കുവാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ. ബർബറ തുറമുഖവും അനുബന്ധ സൗകര്യങ്ങളും ഭാവിയിൽ സൈനിക ആവശ്യ സേവനങ്ങൾക്കും മറ്റുമൊക്കെ ഉപയോഗിക്കാമെന്ന കണക്കുകൂട്ടലുകൾ കൂടി ഇസ്രായേലിന്റെ ചിന്തകളിലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം ആദ്യമായൊരു രാജ്യം ഔദ്യോഗികമായി തങ്ങളെ അംഗീകരിച്ചതിന്റെ ആഘോഷത്തിലാണ് സൊമാലിയയിൽ നിന്ന് വിഘടിച്ചു പോയ സൊമാലിലാൻഡ് അല്ലെങ്കിൽ സ്വമിലാൻഡ് എന്ന് പറയപ്പെടുന്ന രാജ്യത്തെ ജനങ്ങൾ. കാരണം എല്ലാവരും മാറ്റി നിർത്തിയപ്പോൾ അവരെ ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുന്നു. ഇതോടെയാണ് നാടൊട്ടുക്കും ഇസ്രായേൽ പതാകകൾ നന്ദി സൂചകമായി ഉയർന്നിരിക്കുന്നത്. പട്ടിണി മൂലം ജനം മരിച്ചു വീഴുന്ന പ്രദേശമാണ് ഇവിടമാണെങ്കിൽ കൂടിയും അതിനെ അംഗീകരിക്കുവാൻ ഇസ്രായേൽ മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇസ്രായേൽ സഹായം കിട്ടുമെന്നുള്ളത് സ്വമിലാൻഡുകാർ കരുതുകയാണ്. അതേസമയം ഭൂരിപക്ഷം വരുന്ന അറബ് രാഷ്ട്രങ്ങളും ഈ ഇസ്രായേലിന്റെ നടപടി അതിശക്തമായിട്ട് എതിർക്കുകയാണ്. ലോകമെമ്പാടുമുള്ള 21 രാജ്യങ്ങൾ ഇസ്രായേലിന്റെ തീരുമാനത്തിനെതിരെ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യ, ഇറാൻ, തുർക്കി, പാകിസ്ഥാൻ എന്നിവ പ്രസ്താവന പുറപ്പെടുവിച്ച രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നവരാണ്. സൊമാലിലാൻഡിനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുവാനുള്ള ഇസ്രായേലിന്റെ നീക്കത്തെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ അപലപിക്കുകയും ചെയ്തു. പക്ഷെ ഇസ്രായേൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതിന്. കാരണം അവരെ സംബന്ധിച്ച് ഈ സ്വമിലാൻഡ് എന്ന് പറയപ്പെടുന്ന അത്രയും തന്ത്രപ്രധാനമുള്ള പ്രദേശമാണ്. ആരുടെയും ചിന്തകളെ അംഗീകരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ചിന്ത എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇസ്ലാമിക രാഷ്ട്രങ്ങളടക്കം ഇതിനെ എതിർക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ജോർദാൻ
ഈജിപ്റ്റ്, അൾജീരിയ, കൊമോറോസ്, ജിബൂട്ടി, ഗാംബിയ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, ലിബിയ, മാലിദ്വീപ്, നൈജീരിയ, ഒമാൻ, പാകിസ്ഥാൻ, പാലസ്തീൻ, ഖത്തർ, സൗദി അറേബ്യ, സൊമാലിയ, സുഡാൻ, തുർക്കി, യമൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് ഓപ്പറേഷൻ അടക്കമുള്ളവരും ഇസ്രായേലിനെതിരെ സംയുക്തമായിട്ട് പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഒരു എതിർപ്പിന്റെ രാഷ്ട്രീയം അവിടെ ഉണ്ടാകുന്നു. എന്തുകൊണ്ട് നിങ്ങൾ സ്വമിലാൻഡിനെ അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. സ്വമിലാൻഡിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണങ്ങൾ ഇസ്രായേലിനുണ്ട് എന്ന് ഇസ്രായേലിന് പറയാനുണ്ട്. 2025 ഡിസംബർ മാസം 26 സൊമാലിയ റിപ്പബ്ലിക്കിലെ സൊമാലിലാൻഡ് മേഖലയെ ഇസ്രായേൽ അംഗീകരിച്ചതിനെ ഞങ്ങൾ നിരസിക്കുന്നു എന്നാണ് അവർ പറയപ്പെടുന്നത്. ഇത്തരമൊരു നീക്കം ആഫ്രിക്കയുടെയും ചെങ്കടലിന്റെയും സമാധാനത്തിനും സുരക്ഷയ്ക്കും മാത്രമല്ല മുഴുവൻ ലോകത്തിനും ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇവർ പറയപ്പെടുന്നത്. ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമത്തെ നഗ്നമായി അവഗണിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. രാഷ്ട്രങ്ങളുടെ പരമാധികാരം, പ്രാദേശിക സമഗ്രതയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അത് വ്യക്തമായി പ്രസ്താവിക്കുന്ന അന്താരാഷ്ട്ര നിയമത്തിന്റെയും UN ചാർട്ടറിന്റെയും തത്വങ്ങളുടെ ഗുരുതരമായിട്ടുള്ള ലംഘനമായിട്ടാണ് ഇതിനെ കാണേണ്ടത് എന്ന് പറയപ്പെടുന്നു. സൊമാലിയ റിപ്പബ്ലിക്കിന്റെ പരമാധികാരത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്നു. സൊമാലിയയുടെ ഐക്യം, പ്രാദേശിക സമഗ്രത അല്ലെങ്കിൽ അതിന്റെ മുഴുവൻ പ്രദേശത്തിനും മേലുള്ള പരമാധികാരം എന്നിവയെ ദുർബലപ്പെടുത്തുന്ന ഏതൊരു നടപടിയെയും ഞങ്ങൾ ശക്തമായി നിരസിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ അംഗീകരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കപ്പെടുന്നു എന്ന് കൂടി പറയപ്പെടുന്നു. അത് അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നു. ഇസ്രായേലിന്റെ ഇത്തരം പ്രവൃത്തികളും പലസ്തീൻ ജനതയെ അവരുടെ നാട്ടിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ പുറത്താക്കുവാനുള്ള ഏതൊരു ശ്രമവും തമ്മിലുള്ള സാധ്യമായ ഏതൊരു ബന്ധത്തെയും ഞങ്ങൾ നിരസിക്കുന്നു. ഏത് രൂപത്തിലായാലും തത്വത്തിലായാലും ഇത് നിരാകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവരുടെ വാദം. ഇങ്ങനെയാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് ഓപ്പറേഷൻ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് ആവട്ടെ ഇത് പതിവ് പോലെ തള്ളിക്കളയുകയാണ് ഇതിനെയെല്ലാം. ഇസ്രായേൽ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ് എന്നും ആരെ അംഗീകരിക്കണമെന്നും ആരെ തള്ളണമെന്നും ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കം പറയുന്നത്. അതുപോലെ ആദ്യമായ രാജ്യം ഔദ്യോഗികമായിട്ട് തങ്ങളെ അംഗീകരിച്ചതിന്റെ ആഘോഷത്തിലാണ് സൊമാലിയയിൽ നിന്ന് വിഘടിച്ചു പോയ സൊമാലിലാൻഡ് എന്ന രാജ്യവും അവിടുത്തെ രാജ്യത്തെ ജനങ്ങളും. ഒരു രാജ്യത്തെ അംഗീകരിക്കുവാൻ നടത്തുന്ന ഈ ശ്രമത്തിനെ നമുക്ക് വേണമെങ്കിൽ ശ്ലാഘിക്കാം. വളരെ ശ്ലാഘനീയമായ പ്രവൃത്തിയാണ് നെതന്യാഹു ചെയ്തത് എന്ന് പറയാം. പക്ഷേ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു മുസ്ലിം പ്രാതിനിധ്യമുള്ള മേഖലയെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥാനത്തിലൂടെ അല്ലെങ്കിൽ ആ സ്ഥാനമാനങ്ങളിലൂടെ മാത്രമാണ് നോക്കിക്കാണുന്നത് ഇസ്രായേൽ എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സോയിസ് കനാൽ കടന്ന് ചെങ്കടലിലൂടെയാണ് ഇസ്രായേലിന്റെ 90% ചരക്ക് നീക്കവും നടക്കുന്നത്. ആ ചരക്ക് നീക്ക യാത്രയിൽ യമനും ജിബൂട്ടിക്കും ഇടയിലുള്ള കപ്പലുകൾക്ക് ഇന്ത്യൻ ഓഷ്യനിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടത് വെറും 32 കിലോമീറ്റർ മാത്രമാണ്. അപ്പോൾ അത് ഈ ബാബൽ മാൻഡ്രപ്പ് എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗമുണ്ട്. ഈ പ്രദേശം ഇസ്രായേലിന് ഒരു തലവേദനയാണ്. യമൻ പോലുള്ള ശത്രു രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഏത് സമയവും ആക്രമണം ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ള പ്രദേശം കൂടിയാണ്. എന്നാൽ കൂടിയും ഈ പ്രദേശത്തിന് തൊട്ടടുത്തായിട്ടുള്ള സൊമാലി ലാൻഡ് എന്ന് പറയപ്പെടുന്ന രാജ്യം ഇന്ന് അവരെ അംഗീകരിക്കപ്പെടുന്ന തരത്തിലേക്ക് ഒരു രാജ്യം എത്തപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ എത്തപ്പെട്ടിരിക്കുന്നു. ഇസ്രായേലിന്റെ ചിന്തകൾ, ഇസ്രായേല് സ്വീകരിക്കാൻ പോകുന്ന മാർഗങ്ങൾ, എന്തുകൊണ്ടാണ് ഈ ലാൻഡിനെ അവർ അംഗീകരിക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വെറുതെ ഒരു സുപ്രഭാതത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിച്ച ഒരു മാർഗമല്ലായിരുന്നു ഈ സൊമാലി ലാൻഡിനെ അംഗീകരിക്കുക എന്നുള്ളത്. അതിന് പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകളുണ്ട്. ചരക്ക് കപ്പലുകൾ ഏത് വിധത്തിൽ ഉപയോഗപ്പെടുത്താമെന്നും ആ തന്ത്രപ്രധാനമായിട്ടുള്ള തുറമുഖങ്ങളെ ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കാമെന്നും വളരെ കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. ആ മുസ്ലിം രാജ്യത്ത് ഈ പറയുന്ന ഇസ്രായേലിന്റെ വെന്നിക്കൊടി പാറിപ്പിക്കുന്നതും ഒപ്പം നെതന്യാഹുവിന്റെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് ആ മുസ്ലിം രാജ്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വ്യാപാരം പുഷ്ടിപ്പെടുത്തുക എന്നുള്ളതുമാണ്.